السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الإخوان وأخوات أوصيكم وإياي أولا بنفسي بتقوى الله ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എൻ്റെ ശരീരത്തോട് ഒന്നാമതായി ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങളോട് എല്ലാവരോടും അർഹിക്കുന്ന ഭാഷയിൽ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നമുക്ക് അനുഗ്രഹമായി നൽകിയ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ മുമ്പിൽ ഒരു ചെറിയൊരു സമയം ചെലവഴിക്കാൻ സമയവും സാഹചര്യവും ഒക്കെ അനുകൂലമാക്കി തന്ന റബ്ബിനെ ആദ്യമേ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മിൽ നിന്നും ഒരു സൽക്കർമ്മമായി വലതു കയ്യിൽ ലഭിക്കുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഒരു പുണ്യകർമ്മമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ക്ലാസ്സും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആദ്യമേ ദുആ ചെയ്യാണ്. പരിശുദ്ധ ഖുർആനിലെ 70-ാമത്തെ അധ്യായം സൂറത്തുൽ മആരിജാണ് നമുക്കിന്ന് എടുക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ ഹാഖ പൂർത്തിയാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് സൂറത്തുൽ മആരിജ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊന്ന് ഓതി തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سأل سائل بعذاب واقع للكافرين ليس له دافع من الله ذي المعارج تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة فاصبر صبرا جميلا إنهم يرونه بعيدا ونراه قريبا. ഒന്നുകൂടി. سأل سائل بعذاب واقع للكافرين ليس له دافع من الله ذي المعارج تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة فاصبر صبرا جميلا إنهم يرونه بعيدا ونراه قريبا. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സഅല, അലിഫിന്റെ ഉച്ചാരണം തന്നെയാണ് വരേണ്ടത്. സഅല, സഅല, സഅല പറയരുത്. സഅല. സായിലുൻ എന്നുള്ളതും സായി അല്ല, സാഇ അല്ല, സായി എന്ന് തന്നെ വരണം. യാ ശബ്ദം വരരുത്, ഐനിന് ശബ്ദം വരരുത്. ചില ആളുകൾ ഓതുമ്പോൾ അങ്ങനെ ഓതിപ്പോവാറുണ്ട്. സഅല സായിലുൻ. സായിലുൻ എന്നുള്ള സീനിന്റെ മുകളിൽ നിങ്ങൾക്കൊരു മദ് കാണാം. അത് ലോങ് മദ്ദാണ്, നിർബന്ധമായിട്ട് നീട്ടേണ്ട മദ്ദാണ്. 4-5 ഹർക്കത്തിന്റെ പരിധി വരെ. സായിലും ബി. അപ്പൊ ദീർഘമായി നീട്ടാൻ വേണ്ടി ശ്രദ്ധിക്കാം. തൻവീനുള്ള ലാമിന് ശേഷം ബ ലെറ്റർ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും?
നൂനിൻ്റെ സൗണ്ട് നമ്മൾ മീമിൻ്റെ സൗണ്ടാക്കി മാറ്റും. സഇലും ലുൻ, ആ നൂന് വരൂല. സഇലും മീമാണ് വരും. സഇലും ബിഅദാബിൻ വാഖിഅ, ബിൻ വ ബിൻ വ, അവിടെ ഇദ്ഗാമുൻ ബിഗുന്നയാണ്. നമ്മൾ ചേർത്തും മണിച്ചും ഓതണം, തെൻവീന് ശേഷം വാവ് ലെറ്റർ വന്ന കാരണത്താൽ. ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഅ, ചെറിയൊരു കുഞ്ഞു വാവ് കാണാം ലഹു കഴിഞ്ഞിട്ട്. ഹു ഹു ജസ്റ്റ് ഒന്ന് നീട്ടാനാണ്. ദാഫിഅ. മിനല്ലാഹി ദിൽ മആരിജ്, മിനല്ലാ നമ്മൾ ദാഫിഅ അവിടെ ഓതി അവിടെ വഖഫ് ചെയ്താൽ, നിർത്തിക്കഴിഞ്ഞാൽ, നമ്മൾ നിർത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓതുക ആണെങ്കിൽ അവിടെ നമ്മൾ മീമിന് ഷദ് കൊടുക്കേണ്ടതില്ല കേട്ടോ, നിങ്ങൾക്കറിയാലോ. അവിടെ നമ്മൾ ചേർത്തി ഓതുന്ന സമയത്താണ് ആ മീമിന് ഷദ് വരും. ദാഫിഉം മിനല്ലാഹി ദിൽ മആരിജ്, ദാഫിഉൻ എന്നുള്ള ഇതിനെ ചേർത്തി നമ്മൾ ഓതുകയാണെങ്കിലാണ് ആ മീമിന് ഷദ് വരിക. അല്ലെങ്കിൽ ഷദ്ദില്ലാതെ മിനല്ലാഹി അങ്ങനെ ഓതണ്ടുള്ളൂ. മിനല്ലാഹി ദിൽ മആരിജ്, നാവിൻ്റെ അറ്റത്ത് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. മആരിജ്, ജീമിൽ വഖഫ് ചെയ്യുമ്പോൾ ഒന്ന് കട്ടികൂട്ടി ഉച്ചരിക്കണം, വഖഫ് ചെയ്യണം. മആരിജ് മആരിജ് അങ്ങനെ. തഅറുജുൽ മലായികതു, സായിലും എന്ന് നമ്മൾ ലോങ് മദ് നീട്ടി ഓതണമെന്ന് പറഞ്ഞില്ല, അതേപോലെ തന്നെയാണ് ഇവിടെയും ലോങ് മദ്ദാണ്. വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന, മിൻ കാന അവിടെ ഇഖ്ഫാണ്, അവ്യക്തമാക്കിയിട്ട് ഒന്ന് മണിക്കണം. മിൻ കാന അങ്ങനെ. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, അവിടെ ഖാഫിന് സുക്കൂന് വരും, അവിടെ ഒന്ന് കട്ടി കൂട്ടി വെച്ചിരിക്കുക. മിഖ്ദാറുഹു 50,000 സന, 50 ഹ തൊണ്ടെന്ന് പറയാൻ ശ്രദ്ധിക്കുക. അൽഫസനത്തിൻ അല്ലെ, സന അവിടെ അവസാനിക്കുമ്പോൾ ഹ് ശബ്ദമായിട്ടാണ് അവസാനിപ്പിക്കേണ്ടത്, വഖഫ് ചെയ്യേണ്ടത് കേട്ടോ. സനഹ് സനഹ് അങ്ങനെ. ഫസ്ബിർ ഫസ്ബിർ, റോയിന് സുക്കൂന് തൊട്ട് മുമ്പ് കസ്റും വരുമ്പോൾ റോയിൻ്റെ സുക്കൂന് നമ്മൾ ഫസ്ബിർ എന്ന് പറയൂല, ഫസ്ബിർ രാ ശബ്ദമാക്കിയിട്ടാണ്. ഫസ്ബിർ സ്വബറൻ ജമീല, സ്വബറൻ അവിടെ ഇഖ്ഫ ആണ്, അവ്യക്തമാക്കിയിട്ടാണ് മണിക്കേണ്ടത്. സ്വബറൻ ജമീല. ഇന്നഹും യറൗനഹു ബഈദ, ഇന്ന ഷദ്ദുൽ നൂന് മണിച്ചോദാൻ ശ്രദ്ധിക്കുക. വനറാഹു ഖരീബ, വനറാഹു ഖരീബ അവിടെ ഖാഫ് ഉച്ചരിക്കുന്ന സമയത്തും ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് പറഞ്ഞ പോലെ ഒന്നുകൂടി ഒന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഅല സായിലും ബിഅദാബിൻ വാഖിഅ للكافرين ليس له دافع من الله ذي المعارج تعرج الملائكة والروح إليه في يوم كان مقداره كان مقداره 50,000 سنة فاصبر صبرا جميلا إنهم يرونه بعيدا ونراه قريبا. സൂറത്തിൻ്റെ പേര് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ സൂറത്ത് അൽ മആരിജ് ആണ്. അൽ മആരിജ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പേര്. വേറെയും ചില പേരുകളിൽ ഈ സൂറ അറിയപ്പെടാറുണ്ട്. സൂറത്തുൽ സഅല സാഇൽ എന്ന പേരുണ്ട്, അതേപോലെ തന്നെ വാഖിഅ എന്നുള്ള പേരുണ്ട്, അതുപോലെ തന്നെ അൽ മആരിജ്. ഏറ്റവും പ്രബലമായ പേര് അൽ മആരിജ് ആണ്. മആരിജ് എന്ന പദത്തിനർത്ഥം കയറിപ്പോകുന്ന സ്ഥലങ്ങൾ എന്നൊക്കെയാണ്. കയറിപ്പോകുന്ന സ്ഥാനങ്ങൾക്കൊക്കെയാണ് മആരിജ് എന്ന് പറയാം. അറജ യഅറുജു എന്നൊക്കെ വെച്ചാൽ കയറുന്നതിനാണ് പറയാം.
നമ്മൾ ആ പദവുമായി ബന്ധപ്പെട്ടൊരു മറ്റൊരു പദം നമ്മൾ സാധാരണ മിഅ്റാജ് എന്ന് കേട്ടിട്ടുണ്ടാവും. മിഅ്റാജ് അല്ലേ? ഇസ്രാഉം മിഅ്റാജും കേട്ടിട്ടില്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ ആകാശലോകത്തേക്ക് കയറിപ്പോയ ആ സംഭവമാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കോണിപ്പണി, ഏണി എന്നുള്ള അർത്ഥത്തിലൊക്കെ കയറിപ്പോകുന്ന, അതാണല്ലോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അങ്ങനെ നമ്മൾ കോണിമുക്കൂടൊക്കെ കയറിപ്പോകുന്നത്. ആ അർത്ഥത്തിലൊക്കെ ഈ മിഅ്റാജ്, മആരിജ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നടത്താറുണ്ട്. അതാണ് ഒന്നാമതായി സൂചിപ്പിക്കുന്ന കാര്യം. 70-ാമത്തെ സൂറയാണെന്ന് പറഞ്ഞു. ഈ സൂറത്ത് അവതരിച്ചത് മക്കയിലാണ് കേട്ടോ. മക്കയിലാണ് സൂറത്ത് അവതരിച്ചത്. സൂറത്തുൽ ഹാഖയുടെയും നബഇൻ്റെയും ഇടയിലാണ്. അഥവാ ഹാഖ കഴിഞ്ഞു, അതിനുശേഷം പിന്നെ മആരിജാണ്, പിന്നെ നബ സൂറ ഇറങ്ങിയതൊക്കെ തഫ്സീറുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലം ഇല്ലെങ്കിലും ഈ സൂറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മക്കയിലുള്ള മക്ക മുശ്രിക്കുകളായ ആളുകൾ, അഥവാ പരലോക നിഷേധികളായ ആളുകൾ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എപ്പോഴും കളിയാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, മരണാനന്തര ജീവിതത്തിലുള്ള രക്ഷാശിക്ഷകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, അതൊക്കെ അവർക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അവർ പല തരത്തിലും ഇൻസൾട്ട് ചെയ്യുന്ന, പിന്നെ പ്രയാസപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനെ മൊത്തത്തിൽ ആയിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു സൂറയിലൂടെ അള്ളാഹു മറുപടി നൽകുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കും. ഈ പിന്നെ അബൂജഹലിനെ പോലെയുള്ള, അതേപോലെ നളർ ബിൻ ഹാരിസിനെ പോലെയുള്ള മക്കയിലുള്ള വളരെ പ്രമുഖരായ ഈ ബഹുദൈവ വിശ്വാസികളുടെ നേതാക്കന്മാർ, അത്തരം ആളുകൾ വളരെ കൂടുതൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ഒരുപാട് ഇടങ്ങാറാക്കുകയും പ്രയാസപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഫസ്റ്റ് തന്നെ ഈ ആയത്തിന്റെ തുടക്കത്തിൽ സഅല സായിലുൻ ബിഅദാബിൻ വാഖിഅ. സഅല എന്ന് വെച്ചാൽ ചോദിച്ചു എന്നാണ്. സഅല, സഅല യസ്അലു, നമ്മൾ പദം പഠിച്ചിട്ടുണ്ട്. സഅല യസ്അലു, അതിൽ നിന്നാണ് എന്ത് വരുന്നത്? സുആൽ എന്ന് വരുന്നത്. സുആൽ സൂറത്തുൽ ഖലമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന പദം. സഅല യസ്അലു, സഅല ചോദിച്ചു, യസ്അലു ചോദിക്കുന്നു, സുആൽ ചോദ്യം. അപ്പൊ സഅല ചോദിച്ചു എന്നാണ്. ആരാണ്? അതിൻ്റെ ഇസ്മു ഫാഇലാണ്, അഥവാ ആ പ്രവൃത്തി ചെയ്ത ആൾക്കാണ് സാഇൽ എന്ന് പറയാം. സാഇൽ, സഅല ചോദിച്ചു, സായിലുൻ ചോദിക്കുന്നവൻ ചോദിച്ചു. ജലസ ജാലിസുൻ, റഹബ റാഹിബുൻ, ഖാമ ഖായിമുൻ, നാമ നായിമുൻ എന്നുവെച്ചാൽ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെയാണ് 3 ഹർഫുകളുള്ള ഫിഅലുകൾ പറയാം. അതെ, ഇസ്മു ഫാഇൽ അങ്ങനെയാണ് പറയാം, അഥവാ അതേ പ്രവൃത്തി ചെയ്യുന്ന ആള്. അപ്പൊ സഅല ചോദിച്ചു, സഅലൻ ചോദിക്കുന്ന ആള് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ബിഅദാബിൻ, ബിഅദാബിൻ ശിക്ഷയെ കൊണ്ട് ചോദിച്ചു. അദാബ് എന്ന് വെച്ചാൽ ശിക്ഷ, അറിയാലോ. അദാബ് ശിക്ഷയെ കൊണ്ട്, ശിക്ഷയെ സംബന്ധിച്ച് ചോദിച്ചു. എങ്ങനെയുള്ള ശിക്ഷയാണ്? വാഖിഅൻ സംഭവിക്കാനിരിക്കുന്ന, സംഭവിക്കാൻ പോകുന്ന, ഇപ്പൊ വരാനിരിക്കുന്ന, സംഭവിക്കാൻ. വഖഅ എന്ന് വെച്ചാൽ സംഭവിച്ചു എന്നാണ്. വഖഅ, വഖഅ യഖഉ, സ്ഥിതി ചെയ്തു അല്ലെങ്കിൽ സംഭവിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ സംഭവിക്കാൻ പോകുന്ന ശിക്ഷയെ കുറിച്ച് ചോദിക്കുന്നവൻ ചോദിച്ചു. അതാണ് സഅല സായിലുൻ ബിഅദാബിൻ വാഖിഅ എന്ന് പറയുന്നത്. സംഭവിക്കാൻ പോകുന്ന, വരാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് ചോദിക്കുന്നവൻ ചോദിച്ചു. അപ്പോ എന്താണ്, ആരാണ് ചോദിക്കുന്നത്? ലിൽ കാഫിരീൻ, കാഫിരീങ്ങളാണ്. കഫറ യക്ഫുറു, കാഫിർ, കാഫിരീൻ, കാഫിറൂൻ. കഫറ മറച്ചു വെച്ചു, സത്യം നിഷേധി, സത്യം അറിഞ്ഞിട്ട് മൂടി വെച്ച് ജീവിക്കുന്നതാണ് കാഫിർ എന്ന് പറയുന്നത്. വലിൽ കാഫിരീന, കാഫിരീങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ലൈസ ലഹു
അവന് സത്യത്തിൽ ഇല്ല. അവർക്കില്ല. ശരിക്കും എന്താണ്? ലൈസ ലഹു, അതിനില്ല, ദാഫിഉൻ, എന്തില്ല? ദഫഅ എന്ന് വെച്ചാൽ തടുത്തു വെക്കുന്നതിനെ പറയാ. ദഫഅ, യദ്ഫഉ, ദാഫിഅ. എന്താണ്? ലൈസ ലഹു, അതിനില്ല, ദാഫിഉൻ, തടുത്തു വെക്കുന്നവൻ, അല്ലെ തടഞ്ഞു വെക്കുന്നവൻ. എന്ന് വെച്ചാൽ അവിശ്വാസികൾക്ക് ഈ ഒരു സംഭവം, ഈ ഒരു അദാബ് വരുന്ന സമയത്ത് തടുത്തു വെക്കാൻ, അതിനെ പിടിച്ചു വെക്കാൻ, അല്ലെങ്കിൽ അതിനെ തടസ്സമായി നിൽക്കാൻ കാഫിരീങ്ങളിൽ സംബന്ധിച്ചിടത്തോളം ലൈസ ലഹു, അതിന് അവരെ കൊണ്ട് കഴിയില്ല. ലൈസ ലഹു ദാഫിഉൻ എന്ന് പറയുമ്പോൾ ശരിക്കും അത് ഒരാളെ കൊണ്ടും കഴിയില്ല എന്നുള്ളതാണ് അതിനെ ഉദ്ദേശാർത്ഥം. ലൈസ ലഹു ദാഫിഉ എന്നുള്ളത്. ലൈസ ലഹു, അതിനില്ല എന്ന് പറയുന്നത് അവർക്കാർക്കും തന്നെ ഇല്ല. ആര്? തൊട്ടിപ്പുറം കാഫിരീനാണല്ലോ പറയുന്നത്. ഇപ്പൊ കാഫിരീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ദാഫിഉൻ, അത് പിടിച്ചു വെക്കാൻ അല്ലെങ്കിൽ തടഞ്ഞു വെക്കാൻ, അത് അവരെ കൊണ്ട് ഒരാളെ കൊണ്ടും കഴിയുകയുമില്ല. അപ്പൊ ശിക്ഷയെ കുറിച്ച് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ശിക്ഷ വന്നാലോ? വന്നാൽ അവരെ കൊണ്ട് ഒരാളെ കൊണ്ടും അത് തടുത്തു വെക്കാൻ അവരെ ഒട്ടും സാധ്യമേ അല്ല എന്നുള്ളതാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഒരുപാട് ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. സത്യത്തിൽ മാനസികമായിട്ട് ആ വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും ഏത് കാലഘട്ടത്തിലെയും ആളുകൾക്ക് ഏറ്റവും ഇടങ്ങാറുണ്ടാക്കുന്ന ഒരു വിഷയമാണ് മരണാനന്തര ജീവിതം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾക്കാകെ ബുദ്ധിമുട്ടും പ്രയാസവും. അപ്പോൾ ഈ ദുനിയാവില് അവർ വിചാരിച്ച രൂപത്തിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റൂല, വിചാരിച്ച രൂപത്തിൽ അടിച്ചു പൊളിക്കാൻ കഴിയില്ല. അവർക്ക് എന്തെല്ലോ ചില തടസ്സങ്ങളായിട്ട് അവർക്ക് തോന്നുകയാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല, രണ്ട് ലോകത്തും ഏറ്റവും നല്ല സുന്ദരമായ ഒരു ജീവിതമാണ് അള്ളാഹുവിന്റെ ദീനിനെ ഫോളോ ചെയ്യുന്ന ഏതൊരാൾക്കും ലഭിക്കുക. നമ്മളെ സംബന്ധിച്ചത് ബാക്കിയുള്ളതൊക്കെ നിത്യശാന്തിയല്ലേ, താൽക്കാലികമായിട്ടുള്ള സുഖവും സന്തോഷവും ഒക്കെയാണ്. ഒരു നിത്യശാന്തി എന്ന് പറയുന്നത് തീർച്ചയായും അള്ളാഹുവിന്റെ ദീനിനെ കൊണ്ട് മാത്രമേ മനുഷ്യർക്ക് ലഭിക്കൂ എന്നുള്ളതാണ്. സംഭവിക്കുന്ന, വരാനിരിക്കുന്ന ശിക്ഷയെ കുറിച്ച് ഒരു ചോദ്യകർത്താവ്, ഒരാൾ എന്താണ്, ഒരു ചോദിക്കാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദിക്കുന്ന, സംഭവിക്കാൻ എന്താണ്, എപ്പോഴാണ് വരിക, എങ്ങനെയാണ് വരിക, അത് സംഭവിച്ചാൽ എന്താണ്, അങ്ങനെയാണെങ്കിൽ അത് വേഗം വരട്ടെ, എന്താണ് താമസിപ്പിക്കുന്നത്, എന്തിനാ ശിക്ഷ വേഗം വന്നൂടെ, എന്തിനാണ് ഇങ്ങനെ അതിനെ ഇങ്ങനെ നീട്ടി വെക്കുന്നത്, അങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ശരിക്കും യസ്തഅജലൂനക ബിൽ അദാബ് എന്നാണ്. ശിക്ഷക്ക് വേണ്ടി അവരെന്താക്കിയിട്ടുണ്ട്? അവർ ധൃതിക്കൂട്ടുക. ശിക്ഷ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത് ലഭിക്കാൻ വേണ്ടി അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സൂറത്തുൽ അൻഫാൽ നമുക്ക് കാണാൻ സാധിക്കും. അവര് പറയുന്ന വചനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവേ, അള്ളാഹു, പിന്നെ മക്ക മുശ്രിക്കുകളായ ആളുകൾക്ക് അള്ളാഹുവിലും വിശ്വാസമുണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ കാര്യത്തിലോ അവർക്ക് ഒട്ടും വിശ്വാസമില്ല. ഈമാൻകാരൻ നമ്മൾ വിശ്വസിക്കുന്ന പോലെ ഈമാൻകാര്യത്തിൽ എല്ലാറ്റിലും വിശ്വാസമുള്ള ആളുകളായിരുന്നില്ല അവർ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട് അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക്, അല്ലാഹു ഈ ഖുർആൻ എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ നീ എന്ത് ചെയ്യണം? ഫഅംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാ, നീ ആകാശത്ത് നിന്ന് എന്ത് ചെയ്യും? ഫഅംതിർ അലൈന, ഞങ്ങളുടെ മേലെ നീ വർഷിപ്പിക്കണമെന്നാണ്. എങ്ങനെയുള്ളത്? ഹിജാറത്തൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് കല്ലുകൾ ഞങ്ങളുടെ മേലെ നീ വർഷിപ്പിക്കുന്ന, കല്ലുമഴ വർഷിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പറയാ. അത് ശരിക്കും എന്താ അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷയെ കുറിച്ച് പറയുമ്പോൾ ആ ശിക്ഷ അവര് എന്ത് ചെയ്യാണ്? ശിക്ഷയ്ക്ക് വേണ്ടി ധൃതി കാണിക്കുകയാണ് അവർ. അതേപോലെ തന്നെ അദാബിൻ അലീം, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ ഞങ്ങളുടെ മേൽ നീ കൊണ്ടുപോവാ, ഞങ്ങളൊന്ന് കാണട്ടെ. കുറേ ദിവസങ്ങളായി, പല മാസങ്ങളായി, വർഷങ്ങളായി മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞും പേടിപ്പിച്ചു കൊണ്ടെടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ മേൽ അത് വരട്ടെ എന്നവർ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വന്നാൽ അള്ളാഹു പറയലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഉ, അവിശ്വാസികൾക്ക് അതിനെ തടുക്കുന്നതൊന്നും, അവരെ തടുത്തു വെക്കാൻ അവരെ കൊണ്ട് ഒരാളെ കൊണ്ടും കഴിയില്ല. അള്ളാഹുവിൽ നിന്ന് ശിക്ഷ വരികയാണെങ്കിൽ, അദാബ് വരികയാണെങ്കിൽ. ആ അള്ളാഹു ആരാണ്? മിനല്ലാ. ഇത് ആരിൽ നിന്നാണ് വരുന്നത്? മിനല്ലാ, അള്ളാഹുവിൽ നിന്നാണ്.
ഇത് വരുന്നത് ശിക്ഷ. എങ്ങനെയുള്ള അള്ളാഹുവാണ്? ദിൽ മആരിജ്, മആരിജിന്റെ ഉടമസ്ഥനായ, കയറിപ്പോകുന്ന സ്ഥാനങ്ങളുടെ, കയറിപ്പോകുന്ന സ്ഥലങ്ങളുടെ ഉടമസ്ഥനായ. ദാ, ദി, ദൂ എന്നൊക്കെ ഒരു പ്രയോഗമാണ്. ഉള്ള, ഉടയ എന്നുള്ളതൊക്കെ എന്നതിന് പറയുന്നത്. അപ്പൊ മാലുൻ എന്ന് വെച്ചാൽ സമ്പത്താണ്, വെൽത്ത് എന്നുള്ള അർത്ഥമാണ്. റൂ മാൽ എന്ന് വെച്ചാൽ സമ്പന്നൻ എന്നുള്ള, സമ്പത്തുള്ള ആളുകൾക്കാണ് പറയാ റൂ മാൽ. അത് അതിൻ്റെ പിന്നെ വെർബിനനുസരിച്ചുകൊണ്ട് ദാദി ദു എന്നുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പക്ഷെ മൂന്നിൻ്റെയും അർത്ഥം സെയിം ആണ്. അപ്പൊ മിനല്ലാ, അള്ളാഹുവിൽ നിന്ന്, ദിൽ മആരിജ്, മആരിജിന്റെ ഉടമസ്ഥനായ അഥവാ കയറിപ്പോകുന്ന സ്ഥാനങ്ങളുടെ ഉടമസ്ഥനായ, അധിപനായ അള്ളാഹുവിൽ നിന്ന്. അങ്ങനെയുള്ള അള്ളാഹുവിൽ നിന്ന് ശിക്ഷ വരുന്ന സമയത്ത് ഒരാളെ കൊണ്ടും, കാഫിരീങ്ങളിൽപ്പെട്ട ഒരാളെ കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റൂല? ലൈസ ലഹു ദാഫിഅ, അതവർക്ക് തടഞ്ഞു വെക്കാൻ, അതിനെ തടുത്തു വെക്കാൻ അവർ കൊണ്ട് കഴിയുകയുമില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആ കയറിപ്പോകുന്ന സ്ഥാനം ഉണ്ടല്ലോ, അത് എങ്ങനെയുള്ള? തഅറുജുൽ മലായിക, ആ സ്ഥലത്തേക്ക് തഅറുജു, കയറുന്നു. അറജ യഅറുജു, അതാണ് തഅറുജു എന്ന് പറയുന്നത്, കയറുക. തഅറുജുൽ മലായികത്തു, മലക്കുകൾ കയറുന്നു. വറൂഹ്, റൂഹും, മലക്കുകൾ കയറുന്നു, അതേപോലെ തന്നെ റൂഹും. ഒരുപാട് വിശദീകരണങ്ങൾ അതിന് പണ്ഡിതന്മാർ നൽകുന്നുണ്ട്. റൂഹുടെ ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്ന് പറയുന്നത് റൂഹുൽ അമീൻ ആണ്. റൂഹുൽ അമീൻ എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ മറ്റൊരു പേരാണ് റൂഹുൽ അമീൻ എന്നുള്ളത്, വിശ്വസ്താത്മാവ് എന്നുള്ളത്. ഖുർആനിൽ അങ്ങനെ തന്നെ, പിന്നെ പരിശുദ്ധ ഖുർആൻ തന്നെ ആ പ്രയോഗം നസല ബിഹി റൂഹുൽ അമീൻ, ഖുർആനെ അവതീർണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ പറഞ്ഞു. നമ്മൾ ഇപ്പം മനസ്സിലാക്കിയ ചെറിയ സൂറത്തുൽ ഖദറിലും പറയുന്നുണ്ടല്ലോ, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ലൈലത്തുൽ ഖദറിന്റെ ആ ദിവസത്ത് മലക്കുകളും അതേപോലെ തന്നെ റൂഹും ഇറങ്ങി വരും എന്ന് പറയുന്നുണ്ട്. തനസ്സലൽ മലായികത്തു വറൂഹു. അപ്പൊ അവിടെ റൂഹ് എന്നുള്ളത് മലക്കുകളുടെ ഒരു ലീഡർ ആയിക്കൊണ്ടാണ് നമുക്ക് ഹദീസുകളിൽ നിന്ന് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലക്കുകളുടെ ലീഡറാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ആ അർത്ഥത്തിലാണ് മലക്കുകളും ആ ലീഡറായിട്ടുള്ള റൂഹും എന്താക്കുന്നു? കയറുന്നു. ഇലൈഹി, അവനിലേക്ക്. ഫീ യൗമിൻ, ദിവസത്തിൽ, അഥവാ ഖിയാമത്ത് നാളിന്റെ ആ ദിവസത്തിൽ. കാന മിഖ്ദാറുഹു, അത് അവൻ കണക്കാക്കുന്നു. ഖംസീന അൽഫസന, ഖംസീൻ 50, അൽഫ് 1000, 50,000 സന, വർഷം. 50,000 വർഷം അതെന്താക്കുന്നു? അവൻ കണക്കാക്കുന്നു. അപ്പൊ മലക്കുകളും റൂഹും, അഥവാ അവിടെ ജിബ്രീൽ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്, പിന്നെ മറ്റുള്ള ചില ആത്മാക്കളാണ് എന്നുള്ള അഭിപ്രായം പറഞ്ഞ ആളുകളുടെ, അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായം. എന്തായാലും കൂടുതലും അവിടെ ജിബ്രീൽ ഇസ്ലാമിനെ കുറിച്ചാണ് കൂടുതലും പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ മലക്കുകളും ജിബ്രീൽ അലൈഹി ഇസ്ലാമും ഒക്കെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് കയറിപ്പോകുന്നു. 50,000 വർഷം ദൈർഘ്യമുള്ള ഒരു ദിവസത്തിൽ. അള്ളാഹുവിന്റെ അടുക്കൽ പരലോകത്ത് ഒരു ദിവസം എന്ന് പറയുന്നത് 50,000 വർഷമായിക്കൊണ്ടാണ് നമുക്ക് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ദിവസം എന്ന് പറയുന്നത് 50,000 വർഷം. അള്ളാഹു ഒരു മനുഷ്യനെ ശിക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ ശിക്ഷ എന്ന് പറയുന്നത് 50,000 വർഷത്തെ ശിക്ഷയാണ്. സുബ്ഹാനല്ലാഹ്. അത് ശരിക്കും അവിശ്വാസികൾക്ക് അത് വല്ലാതെ ഫീൽ ചെയ്യും. ഈ സക്കാത്ത് കൊടുക്കാതെ അത് കെട്ടിപ്പൂട്ടി വെക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ അവർക്ക് നൽകുന്ന ശിക്ഷ വിശദീകരിക്കുന്ന സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു 50 അൽഫസന എന്നുള്ളൊരു പ്രയോഗം അള്ളാഹു റസൂൽ നടത്തുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഇത്രയും ദൈർഘ്യമുള്ള ഒരു ദിവസമാണ്, 50,000 വർഷത്തോളം ദൈർഘ്യമുള്ള ഒരു ദിവസം. അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ ശിക്ഷയാണ് ഇവർക്ക്, ഈ അവിശ്വാസികൾക്ക് ലഭിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരു ശിക്ഷ ലഭിക്കുന്ന സമയത്ത് ആരാണ് കൂട്ടരെ നിങ്ങൾക്ക് ആ ശിക്ഷ പിടിച്ചു വെക്കാൻ, തടഞ്ഞു വെക്കാനുള്ളത്? ലൈസ ലഹു ദാഫിഅ, നിങ്ങളെ കൊണ്ട്, ഒരാളെ കൊണ്ട്, നമ്മൾ നാടൻ ഭാഷ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്ന് പറയില്ലേ,
അതേപോലെ തന്നെ അള്ളാഹ് പറയാ, നമ്മളെ കൊണ്ട് ഒരാളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കേസല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു ശിക്ഷിക്കുന്ന പോലെ ഒരാളും ശിക്ഷിക്കുകയില്ല. അള്ളാഹു അന്നത്തെ ദിവസം ബന്ധിക്കുന്നത് പോലെ ഒരാളും ബന്ധിക്കുകയില്ല. സൂറത്തുൽ ഫജ്റിന്റെ അവസാന ഭാഗം ഓതുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഇല്ലേ? നരകത്തെ കൊണ്ടുവരുന്ന ദിവസം, ആ സമയത്ത് നരകം മുന്നിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത്, കല്ല ബൽ ലാ തുക്രിമൂനൽ യതീം വലാ തഹാദ്ദൂന അലാ തുആമിൽ മിസ്കീൻ വതഅകുലൂന തുറാസ അക്ലൻ ലമ്മ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ കല്ല ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ വജീഅ യൗമഇദിൻ ബിജഹന്നം വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറ, അന്നത്തെ ദിവസം ഭൂമിയൊക്കെ അത് പൊടിച്ച് ആകെ എന്താണ് ഭീകരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന സമയം. അന്ന് നരകത്തെ കൊണ്ടുവരും. ആ സമയത്ത് മനുഷ്യന് ഓർമ്മ വരും. പക്ഷെ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. അള്ളാഹു സുബ്ഹാനഹു അന്നത്തെ ദിവസം അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ ഒരാളും ശിക്ഷിക്കൂല. അന്നത്തെ ദിവസം അള്ളാഹു ബന്ധിക്കുന്നത് പോലെ നിങ്ങളൊക്കെ ഒരാൾക്കും ആ രൂപത്തിൽ ബന്ധിക്കുകയില്ല. അപ്പൊ ആ സമയത്ത് മനുഷ്യന് ഓർമ്മ വരും. ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് കാണും. അള്ളാഹ് ചോദിക്കും, ഈ സമയത്ത് ഓർത്തിട്ട് എന്ത് കാര്യം? അപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷയെ പിടിച്ചു വെക്കാനോ തടഞ്ഞു വെക്കാനോ ലൈസ ലഹു ദാഫിയ, അവിശ്വാസികൾക്ക് ഒരാളെ കൊണ്ടും കഴിഞ്ഞു പറ്റാത്തൊരു കേസാണ്. എന്നിട്ടും അവരെന്ത് ചെയ്യാണ്? സഅല സാഇലും ബിഅദാബിൻ വാഖി, സംഭവിക്കാൻ പോകുന്ന ശിക്ഷയെ കുറിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവര് ശിക്ഷക്ക് വേണ്ടി അവർ ധൃതി കൂട്ടുകയാണ്. വരട്ടെ, ഒന്ന് കാണട്ടെ, വന്നോട്ടെ, എന്താണ് ശിക്ഷ വരാത്തത്, ഇത് എപ്പോഴാ വരിക, ഇത് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും ഒക്കെ കളിയാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യാം. അള്ളാഹുവിന്റെ റസൂലിനോട് പറയും, ഇങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ, ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞു, ഫസ്ബിർ, നീ എന്ത് ചെയ്യ്, ഇസ്ബിർ, നീ ക്ഷമിക്ക്. സ്വബറ യസ്ബുറു, ഇസ്ബിർ എന്താണ്? ക്ഷമിക്കുക. സ്വബറ ക്ഷമിച്ചു എന്നാണ്. സ്വബുറുൻ ക്ഷമ. അപ്പൊ ഫസ്ബിർ ആകയാൽ എന്ത് ചെയ്യണം? നീ ക്ഷമിക്ക്. എങ്ങനെ? സ്വബുറൻ ജമീല, ഭംഗിയായ ക്ഷമ. സ്വബുറൻ ജമീല, ഭംഗിയായ ക്ഷമ, ഏറ്റവും നല്ല. അപ്പൊ ഇവരിങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും കളിയാക്കിയാലും ഒക്കെ നീ യാതൊരു പ്രയാസവും വിഷമവും നിനക്ക് ഉണ്ടാവേണ്ടതില്ല. നീ എന്ത് ചെയ്യുക? നന്നായിട്ട് ക്ഷമിക്കുക. വരാനിരിക്കുന്നൊരു സമയമുണ്ടല്ലോ, അതുവരെ ഒന്ന് കാത്തു നിൽക്കുക. ബാക്കിയുള്ളത് അള്ളാഹു ഏറ്റെടുക്കും. ആ സമയത്ത് അവർക്ക് നേർക്ക് നേർക്കത് കാണും, കണ്ണുകൊണ്ട് കാണും എന്ന് പറയുന്നില്ലേ, സുഹൃത്തു തക്കാസുള്ള പറയുന്നുണ്ടേ, നിങ്ങളെ കണ്ണുകൊണ്ട് കാണും. ഉറപ്പായ യാഥാർത്ഥ്യത്തെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണും. അപ്പൊ അതുവരെയുള്ള അവരെന്തൊക്കെ പറയുകയാണെങ്കിലും, എന്തൊക്കെ കളിയാക്കുകയാണെങ്കിലും, എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക? ഫസ്ബിർ ജമീലായി. ലോകം അവസാനിക്കുമ്പോൾ നമുക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ, ദീനിനെയൊക്കെ പരലോകത്തിന്റെ വിഷയത്തെക്കുറിച്ചും വർണ്ണാന്ത ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മളൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഫ്രീ തിങ്കേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തും ഏതും വിളിച്ചു പറയുന്ന, യഥാർത്ഥ പാതയിലൂടെ ഇസ്ലാമികമായ റൂട്ടിലൂടെ പോകുന്ന ആളുകളൊക്കെ വഴിതെറ്റിക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ പരലോക വിഷയത്തെക്കുറിച്ചൊക്കെ വളരെ മോശമായാണ് ഖബർ ശിക്ഷയെക്കുറിച്ചും നരകശിക്ഷയെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ പറയുന്നതും കളിയാക്കുന്നതും ഒക്കെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോടെല്ലാവരോടും ഒക്കെ അള്ളാഹു പറയുന്നതാണ്, നിങ്ങൾ ശിക്ഷ വരുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് ഒരാളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ചെറിയ ചെറിയ ശിക്ഷ തന്നെ ഭൂമിയിൽ വരുമ്പം തന്നെ എന്താ നമ്മളൊക്കെ അവസ്ഥയില്ലേ? ഈ കൊറോണ ഒക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ മനുഷ്യന്മാർ എത്ര വലിയ കൊലകൊമ്പന്മാരാണ്. ബേജാറായിട്ട് നടക്കുന്ന എത്ര ആൾക്കാരാ, പേടിച്ചിട്ട് എത്ര വലിയ വലിയ മനുഷ്യന്മാരൊക്കെ പേടിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ എവിടെയും പോകാതെ പതുങ്ങി ഇരിക്കുന്ന അവസ്ഥ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തല്ലേ. ഇത് വളരെ ചെറിയൊരു പരീക്ഷണം വരുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മെ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളോ ഉള്ള സമയത്ത് നമുക്കൊരു വിഷമമൊന്നും ഉണ്ടാകണം. നമ്മളോടും കൂടി അള്ളാന്റെ വാക്കാണ്, ഫസ്ബിർ, എന്ത് ചെയ്യണം? സ്വബുറൻ ജമീലൻ, ഭംഗിയായിട്ട് ക്ഷമിക്കുക.
ഒരു അവരുടെ വാക്കുകളോ പ്രവൃത്തികളോ കാര്യങ്ങളോ മെസ്സേജുകളോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ട് മാനസികമായി തകരുകയോ അല്ലെങ്കിൽ ഒരു ഇഷ്കാൽ ഉണ്ടാവുകയോ ഒരു സംശയത്തിനിട വരുത്തുകയോ അല്ലെങ്കിൽ പ്രയാസങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതില്ല. അതൊക്കെ ഇതാ വരാനിരിക്കുന്നു എന്നതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ പറയാം. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ സൂറത്തുൽ ഹാഖയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ടെസ്റ്റ് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരുങ്ങണേ. വെറുതെ ഇങ്ങനെ വന്നിട്ട് ഓപ്ഷൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് എന്തെങ്കിലും അവിടെ ടിക്ക് ചെയ്യുക എന്നുള്ളതല്ല. ആ സൂറത്തൊന്ന് ശരിക്കും ഒന്ന് തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് വായിക്കുകയും പറ്റുമെങ്കിൽ പിന്നെ ആ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുകയും എന്നിട്ട് ഒന്നുകൂടി നമ്മൾ ആ അർത്ഥങ്ങളൊക്കെ ഒന്നുകൂടി മനസ്സിലേക്ക് പതിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്. ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് എല്ലാത്തോടും ടിക്ക് ചെയ്താൽ മതിയല്ലോ എന്നുള്ളൊരു സൗകര്യത്തോടു കൂടി കാണരുത്. എല്ലാവരും ആത്മാർത്ഥമായി ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഇൽമും ഈമാനും നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.